ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? എന്നാണ്ട് വിശേഷം? ഏഞ്ചലാണ്. ഇന്ന് നവംബർ 14, അതെ, ചിൽഡ്രൻസ് ഡേ, ചാച്ചാജിയുടെ ജന്മദിനം. ശിശുക്കളാണ് നമ്മൾ, പൂക്കളാണ് നമ്മൾ എന്നൊക്കെ കുട്ടിക്കാലത്ത് കുട്ടികളൊക്കെ പാട്ട് പാടി. എന്താണെന്നറിയാമോ, ചാച്ചാജിക്ക് റോസാപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ആ കോട്ടിൽ ഒരു ചുവന്ന റോസാപ്പൂ തിരികിയിരിക്കുന്നത്രേ. എന്നാൽ ഇന്ന് നോക്കിയിട്ടൊന്നും ചുവന്ന റോസാപ്പൂ ഒന്നും കണ്ടില്ല. പിന്നെ വന്ന വഴി കണ്ട പൂക്കളൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട്. പിന്നെ കോളേജിലൊക്കെ വന്നിട്ട് തിരിച്ച് വരുന്ന വഴിയായിരുന്നു മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. അങ്ങനെ വന്ന് കയറി പെട്ടെന്ന് ബസ്സിലൊക്കെ കയറി. എന്നാലും നമ്മുടെ മഴയൊക്കെ ഒന്ന് നോക്കണ്ടേ. അങ്ങനെ മഴയത്തൊക്കെ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോഴാണ് പല കളറിലും പല ഇലയിലും പല പൂക്കളിലും ഉള്ള പലതരം ചെടികൾ കണ്ടേ. അപ്പോൾ അതിൽ വെള്ളത്തുള്ളികളൊക്കെ ഇരിക്കുന്ന കാണാൻ പ്രത്യേക ഒരു സൗന്ദര്യം. എന്നാലും അതൊക്കെ ഒന്ന് വായി നോക്കി നിന്ന് പെട്ടെന്ന് വീട്ടിലെത്തണം. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടൊക്കെ നിന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വേറെ ചെടി കണ്ടു. രാവിലെ ഈ പൂവിനെ കാണാൻ വളരെ സുന്ദരിയായിരുന്നു. മഴയും കൂടെ പെയ്തപ്പോൾ അതിൽ സുന്ദരിയായി. അപ്പോൾ ആ ഒരു ട്രാൻസിഷനും ഒന്ന് നോക്കി. അങ്ങനെ ഓരോ ചെടിക്കും പൂക്കളിലും വന്ന മാറ്റങ്ങൾ. പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് എന്നാൽ ഇത്തിരി അവലുണ്ടാക്കാമെന്ന് വെച്ച്. അവൽ നനയ്ക്കാനെ കൊണ്ട് എളുപ്പമാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട് പാച്ചുവിന് ഭയങ്കര ഇഷ്ടം അവലിനകത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ആദ്യമേ നമ്മൾ അവലെടുക്കുക. അവലിൻ്റെ കൂടെ നമ്മൾ ശർക്കര, തേങ്ങ, ഏലയ്ക്ക, പിന്നെ കപ്പലണ്ടി, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ പഴം വേണ്ടവർക്ക് പഴവും എടുക്കുക. ആദ്യമേ നമ്മൾ അവലിനകത്ത് തേങ്ങയും പഞ്ചസാര ഏലക്കയിട്ട് നന്നായിട്ട് ഞെവിടിയെടുക്കണം. അപ്പോൾ അതിനകത്ത് നല്ല ഒരു ഇത് വരും. അതിന് നമുക്ക് കുറേ നേരം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ആ എത്രത്തോളം നമ്മൾ ഇളക്കുന്നോ അത്രത്തോളം അതിൻ്റെ രുചിയും കൂടും. പിന്നെ തൊലി കളഞ്ഞ കപ്പലണ്ടി അത് വന്നിട്ട് ഞെരടണം. അങ്ങനെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ അതൊന്ന് മയപ്പെടും. പിന്നെ വേണമെങ്കിൽ 1 സ്പൂൺ ഇത്തിരി വെള്ളം ഒഴിക്കുക. അപ്പോൾ കുറച്ചുകൂടെ സ്മൂത്തായിരിക്കും. പിന്നെ 1 സ്പൂൺ പഞ്ചസാര. അപ്പോഴത്തേക്ക് നമ്മുടെ അവൽ റെഡിയായി. പിന്നെ അവലിനകത്ത് കൂട്ടി കഴിക്കാനൊക്കെ ചെറിയൊരു പഴം. അപ്പോൾ റോബസ്റ്റ പഴം തന്നെ എടുക്കുക. പിന്നെ ആ പഴം വട്ടത്തിൽ നിന്നറിയ വെറുതെ ഒരു സൗന്ദര്യം. നമുക്ക് കഴിക്കാൻ തോന്നിയില്ലെങ്കിൽ ഒരു സ്ലൈസെങ്കിലും കഴിച്ചാലോ. അങ്ങനെ അതും കൂട്ടി പണ്ടേ അംഗൻവാടിയിലൊക്കെ പോയ സമയത്ത് ഇതുപോലെ ഉപ്പുമാവും അവലും ഒക്കെ കഴിച്ചതൊക്കെ ഓർക്കുന്നു. പിന്നെ ഇന്നൊന്നുകൂടെ കഴിക്കാൻ ഒരു കൊതി. പിന്നെ മഴയായോണ്ട് വീണ്ടും ആ കൊതി മറന്നില്ല, കഴിക്കാമെന്ന് വെച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല ചൂട് കാപ്പിയോ ചായ ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ ചെയ്യുന്ന ഏറ്റവും എളുപ്പപ്പണികളാണ് കേട്ടോ. നമ്മുടെ സമയവും നഷ്ടമാകത്തില്ല, അതുപോലെ ഗ്യാസും ചിലവാകത്തില്ല, എണ്ണയും ഉപയോഗിക്കേണ്ട, എല്ലാം എളുപ്പം. പിന്നെ ഇതും ഒരു ഉഡായിപ്പ് റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു തേയില വെള്ളമോ ചായയോ കാപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയറും നിറയും മനസ്സും നിറയും. അങ്ങനെ അവലും ഉണ്ടാക്കി കഴിച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ യാത്ര. കീപ് ഗോയിങ്, ഹാപ്പി ലൈഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.